ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. വല്ലപ്പുഴ ചൂരക്കോട് നിന്നും 15 വയസ്സുകാരിയെ കാണാനില്ലാത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിദ്യാർത്ഥിനിയെ കാണാതായിട്ട് 5 ദിവസം പിന്നിടുകയാണ്. ഊർജിതമായ അന്വേഷണമാണ് നടന്നുവരുന്നതെന്ന് കുട്ടിയുടെ രക്ഷിതാക്കളെ സന്ദർശിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. വല്ലപ്പുഴ ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ 15 വയസ്സുകാരിയായ ഷെന ഷെറീനെയാണ് ഡിസംബർ 30 മുതൽ കാണാതായത്. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയതായിരുന്നു വിദ്യാർത്ഥിനി. എന്നാൽ കുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല. തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തുകയായിരുന്നു. എന്നാൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതോടെ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. പോലീസിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 36-അംഗ പോലീസ് സംഘം 5 ടീമുകളായാണ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. എന്നാൽ ഇതുവരെയും കുട്ടിയെക്കുറിച്ച് കാര്യമായ വിവരം ലഭ്യമായിട്ടില്ലെന്നാണ് സൂചന. കുട്ടി ഉടുത്തിരുന്ന യൂണിഫോം മാറ്റി മറ്റൊരു പർദ്ദ ധരിച്ചാണ് പട്ടാമ്പി സ്റ്റേഷനിൽ എത്തിയതിനുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പരശുറാം എക്സ്പ്രസിൽ കുട്ടി കയറിയതായുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ DSPമാരും CIമാരും SIമാരും അടങ്ങുന്ന 36-അംഗ സംഘമാണ് 5 ടീമുകളിലായി അന്വേഷണം നടത്തുന്നത്. കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും അന്വേഷണത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അന്വേഷണം ഊർജിതമായി തന്നെയാണ് നടക്കുന്നതെന്നും ഇക്കാര്യത്തിൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ കുട്ടിയുടെ വീട്ടിലെത്തി രക്ഷിതാക്കളുമായി MLA സംസാരിച്ചു. SP പറഞ്ഞത് ഒരു DYSP അതോടൊപ്പം തന്നെ 36 അംഗ ടീമിനെയും സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. 5 ടീമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ അവർക്ക് കിട്ടിയത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി ട്രെയിൻ കയറിയതായിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് പരിസരത്തായിട്ടുള്ളൊരു CCTV ദൃശ്യമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എവിടെയാണ് ഇറങ്ങി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇതിൻ്റെ സെർച്ച് നടക്കുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോണ് നിലവിൽ കുട്ടി ഏതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ഉമ്മയുടെ അല്ലാത്ത മറ്റ് ഫോണുകൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, മറ്റു ജനപ്രതിനിധികളും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. കുട്ടിയെ കാണാതായിട്ട് 5 ദിവസമായിട്ടും കൃത്യമായ വിവരം ലഭിക്കാത്തതിന്റെ ആശങ്ക വീട്ടുകാർക്കുമുണ്ട്. ഏതു വിധേനയും കുട്ടിയെ കണ്ടെത്തണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ബന്ധുക്കൾ പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയൊന്നും കുട്ടി എത്തിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ 1-2 ദിവസം കൊണ്ടൊക്കെ കിട്ടേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ മറ്റേ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും അവർ ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആശങ്കയിലാണ്. കാരണം ഇത് 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമല്ല, 5 ദിവസമായി. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതേപോലെയുള്ള ഉദ്യോഗസ്ഥരും വളരെ സീരിയസ് ആയിട്ട് എത്രയും പെട്ടെന്ന് ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഏത് രൂപത്തിലൊക്കെ അന്വേഷണങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. കുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പലയിടത്തും പല ന്യൂസുകളും നമുക്ക് വരുന്നുണ്ട്. അത് നമ്മളെ കുട്ടിയാണോ എന്നുള്ളത് തീരുമാനിക്കണ അല്ലെങ്കിൽ നമുക്കത് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സംശയാസ്പദമായിട്ടുള്ള പലവിധ വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് പല ആൾക്കാരും ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതേ സ്പോട്ടിൽ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കുട്ടിയാണ് എന്ന് സാമ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ളതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.